നമുക്കൊന്ന് ലോകത്തെ ഏറ്റവും വലിയ ഉന്നതികളുണ്ടാക്കുന്ന അവാർഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഗിന്നസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാകുന്നത്. ചെറിയ സംഭവമാണ്, കുഞ്ഞ് ഇതെന്നാണ് തുടക്കം. ഇതൊരു ചെറിയ മുറിയിൽ ചെറിയ സംഭവമായിട്ട് നമ്മൾ കരുതണ്ട. ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ വലിയൊരു ലൈബ്രറിയിൽ ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ റിസർച്ച് ഇതാണ് ആകാം. പിന്നെ സിനിമ പഠിക്കാൻ വേണ്ടി ഇതൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും മനസ്സിൽ സിനിമ പദ്ധതി ഓരോരുത്തരും കാണുന്ന സിനിമ, ഞാൻ കാണുന്ന സിനിമയൊക്കെ നിങ്ങൾ കാണുന്ന സിനിമയെല്ലാം മറ്റേയാൾ കാണുന്നത്. ഓരോ കാലത്ത് ആരെന്തുണ്ടാക്കിയത് സിനിമയാണ്. പക്ഷെ ഉണ്ടായിരുന്നവർ എങ്ങനെ ഇത് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ബുക്കിൻ്റെ ആവശ്യം. ഇതെല്ലാം ഭാവിയിൽ വരുന്നത് സ്ക്രിപ്റ്റുമില്ല, ഒന്നുമില്ലാത്ത ക്യാമറ മാത്രം മതിയുള്ള സിനിമയാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ ലൈബ്രറി എന്തിനാണെങ്കിലും ഒരു ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി, ഒരു ലൈബ്രറി ഉണ്ടായി പറ്റും. അതിന് തുടക്കമാണിത്. ഇതിൽ സംഘാടകർ ഞാൻ കൂടുതൽ വരുന്നതാണ്. ഈ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തീരുമാനിച്ചു. മാക്ടയുടെ ഭാരവാഹികളായിട്ട് ഞങ്ങൾ ചാർജ് എടുത്തിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ആ 1 മാസത്തിനകം ആദ്യമായി മാക്ടയുടെ ഒരു പുതിയ ദിശയിലേക്കുള്ള യാത്ര ആരംഭിക്കണമെങ്കിൽ അത് ഇതുപോലൊരു സംരംഭം ആയിരിക്കണമെന്ന് കമ്മിറ്റി കൂടി എല്ലാവരോടും തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരു ലൈബ്രറി പ്ലാൻ ചെയ്തത്. ഈ ലൈബ്രറി പ്ലാൻ ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 300 പുസ്തകം വന്നു കഴിഞ്ഞു. ഇപ്പം തന്നെ ശ്രീ KG ജോസ് സാറിൻ്റെ ശേഖരത്തിലുള്ള എല്ലാ ബുക്കുകളും തന്നേക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൽമ ചേച്ചി ഇന്നലെ സംബന്ധിച്ചു. അടൂർ സാർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ പത്മരാജൻ്റെ എൻ്റെ ഗുരു ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ ജോഷി നേരിട്ടുള്ള വന്ന് ആവശ്യമുള്ള അത്രയും പുസ്തകം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഓഫറുകൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരാഴ്ച കൊണ്ട് പ്രശസ്ത സംവിധായകൻ ശ്രീകുട്ടൻ ഏതാണ്ട് 400ഓളം പുസ്തകം അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൃഷ്ണൻ നായർ സാറിൻ്റെ കയ്യിലുള്ള ബുക്ക് ഉൾപ്പെടെ അതിൽ 60 അയച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരാഴ്ച കൊണ്ടൊരു 1000-നടുത്ത് പുസ്തകങ്ങൾ, കൂടുതലും സിനിമയായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അല്ലാത്ത കുറച്ച് നോവലുകളും കവിതകളും ഒക്കെ ഉണ്ടാകും. MD സാറിൻ്റെ പുസ്തകങ്ങൾ കുറേ DC തന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകളുമായി സംസാരിച്ചപ്പോൾ കോഴിക്കോട്ട് നിന്ന് അത് കളക്ട് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ഒരു സംരംഭം.